അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ചില പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് കൂടിയാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭാരപ്പെടരുത്. നമ്മൾ ചില ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ പോകുകയാണ്. സത്യമായിട്ടും നമ്മളൊരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ പോകുകയാണ്. അത് ദൈവം വരച്ചിരിക്കുന്ന ഒരു ഫിനിഷിംഗ് പോയിന്റ്. അവിടെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് കിട്ടേണ്ട സമ്മാനം ഉറപ്പായിട്ടും കിട്ടും. ഉറപ്പായിട്ടും ദൈവം നമുക്ക് തരും. ഇന്ന് പകൽക്കാലം ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ പിന്മാറിപ്പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. മുമ്പോട്ട് വെച്ച കാല് പുറകോട്ട് വയ്ക്കരുത്. ദൈവം എപ്പോഴും നമ്മളോട് പറയുന്നത് മുമ്പോട്ട് പോകുക, പുറകോട്ടല്ല, മുമ്പോട്ട് പോകുക. ഇന്ന് പകൽക്കാലം ഒരു വാക്യം വായിച്ച് വേഗത്തിലെന്ന് ഞാൻ പറയുകയും ചെയ്യും, സമയം നീളുകയും ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ പാസ് ആ വാക്കം ചെയ്യരുത്, പറയരുത്, അല്ലേ? ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ഈ സന്ദർഭം ഒരു അന്ത്യ തിരുമേശ കർത്താവ് കൊടുത്തിട്ട് പറയുകയാണ്, കഷ്ടം അനുഭവിക്കാൻ പോകുന്നതിന് മുമ്പേ നിങ്ങളോട് ഒരു പെസക കഴിക്കാൻ ഞാൻ വാഞ്ചിക്കുന്നു. ഇന്നത്തോടെ ഈ പെസക തീരും. നാളെ തൊട്ട് ഇതിനൊരു പുതിയ പേര് വരും. എന്താ? ഈ പെസകയ്ക്ക് ഒരു പുതിയ പേര് ആകും. എന്ത് പേര്? കർത്താവിൻ്റെ അത്താഴം. കാരണം ഇന്നലെ വരെ ആട്ടിൻ്റെ ചോരയിൽ, ആട്ടിൻ്റെ മാംസത്തിൽ, തിടുക്കത്തിൽ, ചെരുപ്പിട്ടുകൊണ്ട്, വടി പിടിച്ചുകൊണ്ട്, പന്തത്തിൽ കൊളുത്തിക്കൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ ആട്ടിൻ്റെ ചോരമുക്കി കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തേച്ചുവെങ്കിൽ നാളെ തേക്കാൻ പോകുന്നത് ആട്ടിൻ്റെ രക്തമല്ല, ക്രിസ്തുവിൻ്റെ രക്തം. നിർദോഷമായിരിക്കുന്ന രക്തം, പാപഭംഗിലമായിരിക്കുന്ന രക്തം, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ഇരുപക്ഷത്തെയും ഒന്നാക്കിക്കുന്ന രക്തം, സകല മനുഷ്യരെ നിരപ്പിക്കുന്ന രക്തം, ഈ ലോകത്തിൻ്റെ സമാധാനം തരുവാൻ വേണ്ടി ക്രൂശിലൊഴുകിയ സമാധാനത്തിൻ്റെ രക്തം. ഈ രക്തം കൊണ്ട് നിങ്ങളെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും മുദ്ര വെച്ച് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നാളെ ഇതിൻ്റെ ചരിത്രം മാറുകയാണ്. അല്ല, എൻ്റെ അത്താഴമായി ഇത് മാറും. ഈ അത്താഴമായി മാറുന്ന ഈ സമയം ഒരുവൻ്റെ മേൽ പിശാച് കയറിയിട്ട് അവൻ വിട്ടുപോയി. അവൻ വിട്ടുപോകുമ്പോൾ ബാക്കി 11 പേരെയും കൊണ്ട് കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഗെത്സമനയിൽ വരികയാണ്. ഗെത്സമനയിൽ വരുമ്പോൾ ഒരു പുതിയ കാര്യമുണ്ട്. പല ദിവസങ്ങൾ ശിഷ്യന്മാരോടുകൂടി വന്നിരുന്ന് പ്രാർത്ഥിച്ച കർത്താവ് പല ദിവസങ്ങൾ പിതാവിനോട് ആലോചന ചോദിക്കാൻ ഗെത്സമനയിൽ വന്നു. തൻ്റെ പിറ്റേ ദിവസത്തെ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഗെത്സമനയിൽ വന്നു. പക്ഷേ ഇതൊന്നുമല്ല ഇന്നിവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇന്നിവിടെ സംഭവിക്കാൻ പോകുന്നത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഈ 11 ശിഷ്യന്മാരുമായിട്ട് തന്നെ കൊണ്ടുവരുമ്പോൾ, അല്ല, ശിഷ്യന്മാർ 8 പേരെ ഒരിടത്തിലിരുത്തിയിട്ട്, അല്ല, മർക്കോസ് മത്തായി പറയുന്നത് 8 പേരെയും ഒരിടത്ത് ഇവിടെ ഇരുന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം അല്പം മുമ്പോട്ട് കർത്താവ് പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവും കൂടെ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ഇരിക്കുന്ന 4 പേരിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ കർത്താവ് നോക്കുമ്പോൾ ഇവർ ഉറങ്ങുകയാണ്. എന്നാൽ ലൂക്കോസിൽ പറയുന്നത് ഹല്ലേലൂയ ഒരു അൻപിൻപാടിനപ്പുറത്ത് ശിഷ്യന്മാരെ ഇരുത്തിയിട്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയെന്നാണ്. എന്തായിരുന്നാലും കർത്താവ് ഈ 11 പേരെയും കൊണ്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പോയി. ഈ ദിവസം ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? ഈ പ്രാർത്ഥിക്കാൻ വന്ന പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ലോകാന്ത്യത്തോളം ഞാൻ നിന്നോട് കൂടെ കൊണ്ട് നിന്നെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല എന്നും, അല്ല, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട് എന്നും, അതുകൊണ്ട് ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞ കർത്താവ് ഇതാ പിതാവ് പുത്രനെ കുറേ നേരം അന്യപ്പെടുത്തുകയാണ്.
തൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യമതാ. ഈ ഗെത്സമനയിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പിതാവ് തന്നെ കൈവിടാൻ പോകുകയാണ്. തൻ്റെ പിതാവ് തന്നെ കൈവിടാൻ പോകുന്നു. ഒന്ന്. രണ്ട്, ഇത്രയും നാള് ഞാൻ ഇവിടെ വന്നു ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും എന്നെ ആരും ഒറ്റ കൊടുത്തില്ല. ഇന്ന് എന്നെ ഒറ്റ കൊടുക്കാൻ പോവുകയാണ്. മൂന്ന്, ഇത്രയും നാള് ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ നേരെ ആരും വളിയും വാളുമായിട്ട് വന്നില്ല. പക്ഷെ ഇന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്നെ ബന്ധിക്കാൻ, അല്ലെങ്കിൽ എന്നെ ശിക്ഷയ്ക്ക് ഏൽപ്പിക്കേണ്ട ആൾക്കാർ വന്ന് എന്നെ ബന്ധിക്കാൻ പോവുകയാണ്. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രാർത്ഥനയിൽ ശിഷ്യന്മാരെ 3 പേരെയും കൂടെ കൊണ്ടുപോകുമ്പോൾ കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി നിന്ന് പ്രാർത്ഥിക്കും എന്ന് ചിന്തിച്ച് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ അടുക്കൽ വന്നപ്പോൾ, ബെറോനായ ശിമോനെ, നിന്റെ പേര് പത്രോസ് അല്ലെങ്കിൽ കേഫ എന്നാകും എന്ന് പറഞ്ഞ് തൻ്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തിയ പത്രോസിനോട്, അല്ലെങ്കിൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് കുടുംബത്തിനകത്ത് ഒരു ചില്ലി പൈസ കൊണ്ടുപോയി തൻ്റെയും തൻ്റെ ഭാര്യയുടെയും കുടുംബജീവിതത്തെ സന്തോഷമാക്കാൻ കഴിയാതെ വണ്ണം ചോർന്ന് ഒലിക്കുന്ന പടകിനകത്ത്, അല്ലെങ്കിൽ ആ വലയ്ക്കകത്ത് ഒരു മീൻ കയറാതിരുന്നപ്പോൾ അവിടെ കയറേണ്ടതിന് കാരണം ദൈവവചനം കൂടെ അതിനകത്ത് വെളിപ്പെട്ടാൽ മാത്രമേ ഹല്ലേലൂയ വലയിൽ മീൻ കയറുകയുള്ളെന്ന് പറഞ്ഞ് പത്രോസിൻ്റെ പടകിനെ തെരഞ്ഞെടുത്ത് അതിനകത്ത് ദൈവവചനത്തെ ഉൾക്കൊള്ളിച്ചിട്ട് പത്രോസ് പാവിയാണെന്ന് പത്രോസിനെ മാനസാന്തരപ്പെടുത്തി മനുഷ്യരെ പിടിക്കുന്നവനാക്കി തീർത്ത പത്രോസ്. പത്രോസിനോട് കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് എന്ത് പറഞ്ഞു? ഗെത്സമന തോട്ടത്തിൽ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പേ എന്ത് പറഞ്ഞു? പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പേ അത് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പേ, പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പേ കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞു. അല്ല, 32 വാക്യം വായിച്ചേ. 14:32 വായിച്ചേ. എന്ത് ചെയ്യാൻ തുടങ്ങി? ഹല്ലേലൂയ. 1, ഭ്രമിക്കാൻ തുടങ്ങി. 2, വ്യാകുലപ്പെടാൻ തുടങ്ങി. 3, എൻ്റെ ഹൃദയം അതീവ ദുഃഖം. ഈ 3 അവസ്ഥയിൽ കർത്താവായി. ഈ 3 അവസ്ഥയിലായി. അത് ആരോട് പറയുന്നു? പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോട് പറയുക. നോക്കണമേ, ഭ്രമിക്കുക. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 59-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് നടന്നു വരുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ എന്ത് പറഞ്ഞു? വായിച്ചേ. എല്ലാവരും അവനെ കണ്ടെത്തി ചെയ്തു, ഭ്രമിച്ചു പോയി. കാരണം ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഈ കടലില് മീൻ പിടിക്കാൻ പോകുന്നു, ഇന്ന് വരെ ആ കാഴ്ച എന്ത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കാഴ്ച, വെള്ളത്തിൽ കൂടെ ഒരുവൻ നടന്നു വരുന്ന കാഴ്ച ഞങ്ങൾ കണ്ടിട്ടില്ല. കാണാത്ത കാഴ്ച കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? ഭ്രമിച്ചുപോയി, ഭയം കലർന്ന അവസ്ഥയിലായി. 3.5 വർഷം കൊണ്ട് ഹെരോദാവിന്റെ മുമ്പിൽ കർത്താവ് പറഞ്ഞു, ആ കുറുക്കനോട് ചെന്ന് പറയട, ഇന്നും നാളെയും മറ്റന്നെയും ഞാനിവിടെ വചനം പ്രസംഗിക്കും, രോഗശാന്തി കൊടുക്കുകയും ചെയ്യുമെന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞ കർത്താവ് ഇവിടെ ഭ്രമിച്ചു. താൻ ഇന്ന് വരെ നേരിടാത്ത ഒരു കാര്യം ഇത് ഗെത്സമനയിൽ സംഭവിക്കാൻ പോകുന്നു. അതെങ്ങനെയാ സംഭവിച്ചത്? എങ്ങനെയാ സംഭവിച്ചത്? ഏത് രീതിയിൽ സംഭവിച്ചു? ഗെത്സമനയിൽ
ഒന്ന് ചിന്തിച്ച് പറഞ്ഞേ, ഗെത്സമനയിൽ ഏത് രീതിയിൽ സംഭവിച്ചു? ലൂക്കോസിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 22:53. ഇത്രയും നാൾ നിങ്ങളെ കൂടെ ഇരുന്നിട്ടും നിങ്ങൾ എൻ്റെ മേൽ കൈവച്ചില്ല. ഇന്ന് നിങ്ങൾ വരുന്നത് ഒരു കള്ളൻ്റെ നേരെ വാളും വടിയും കൊണ്ട് എൻ്റെ നേരെ വരുന്നു. അപ്പോൾ ഇപ്പോൾ കർത്താവ് ആരായി? ഒരു കള്ളൻ. പ്രാർത്ഥിക്കാൻ വന്ന കർത്താവ് വായിര്. ലൂക്കോസ് 22:53. എന്റെ നേരെ കൈ ഓങ്ങിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അല്ല, ഇരുട്ടിന്റെ അധികാരത്തിൽ, ഇരുളിന്റെ അധികാരത്തെ മറികടന്ന് അല്ല കടന്നു വരുന്ന പ്രതികൂലങ്ങൾ നിന്നെ ഭ്രമിച്ചു പോകുന്നു എങ്കിൽ, നീ ഭ്രമിച്ചു പോകുന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം നീ ഏറ്റെടുത്തോ. നിന്റെ ഭ്രമം മാറാൻ, നീ ഭ്രമിച്ചതിനെ മാറ്റി നിനക്ക് സന്തോഷം തരാൻ ഒരു കർത്താവ് ഗെത്സമനയിൽ നിനക്ക് വേണ്ടി ഭ്രമിച്ചു. നിന്റെ ഭയത്തെ മാറ്റാൻ, നിന്റെ വേദനയെ മാറ്റാൻ, നീ തകർന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിനക്ക് പരിഹാരം തരാനായിട്ട് ഒരു കർത്താവ്, നമ്മുടെ അരുമനാഥനായ കർത്താവ് ഗെത്സമനയിൽ നിനക്ക് വേണ്ടി ഭ്രമിച്ചു. നിനക്ക് വേണ്ടി ഭ്രമിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രംഗം മുമ്പിൽ കൊണ്ടുവന്ന പ്രാർത്ഥിക്കരാ. അത് കർത്താവ് വ്യാകുലപ്പെടുക, ഭ്രമിച്ചു പോകുക. കാരണം ഞാൻ ഇന്നലെ വരെ അനുഭവിച്ചതല്ല അനുഭവിക്കാൻ പോണത്. ഈ അടുത്ത നിമിഷം തൊട്ട് ചിലർ വരെ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവുക, എന്നെ ബന്ധിക്കാൻ പോവുക, എന്നെ ന്യായാധിപന്മാരുടെ മുമ്പിൽ നിർത്താൻ പോവുക, എന്നെ മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ നിർത്താൻ പോവുക. അവർ ചോദ്യം ചെയ്ത് എൻ്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ പോവുക, കാറി തുപ്പാൻ പോവുക, എൻ്റെ മുഖത്തെ മുടി വലിച്ചു പിടിക്കാൻ പോവുക. ഇതെല്ലാം ഓർത്ത് പ്രവിക്കുമ്പോൾ നിന്റെ വിഷയം ഇതിനേക്കാൾ വലിയ വിഷയമാണോ? നിന്റെ വിഷയം ഇതിനേക്കാൾ വലിയ വിഷയമാണോ? നിന്നെ ആരും മുഖത്തിടിച്ചില്ലല്ലോ, നിന്റെ മുഖത്ത് ആരും കാറി തുപ്പിയില്ലല്ലോ, നിന്റെ മുടി ആരും പിടിച്ചു പറിച്ചില്ലല്ലോ. എന്നാൽ എൻ്റെ അരുമനാഥൻ നമുക്ക് വേണ്ടി ഇത് സഹിച്ചില്ലേ? ആ കർത്താവിൻ്റെ അടുത്ത് നീ സഹിക്കുന്ന നിന്റെ കഷ്ടതയും വേദനയും ഒന്ന് പകർന്നുകൊട്. ആ പകർന്നുകൊണ്ടിരുന്ന യോഹന്നാനോട് പത്മോസ് ദ്വീപിൽ വെച്ച് കർത്താവ് പറഞ്ഞില്ലേ, എടാ, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവനുള്ളവനായി നിന്റെ മുമ്പിൽ വരുമെന്ന്. അല്ല, ആരും സഹായിക്കാനില്ലാതെ, ആരും ഒന്ന് കൂട്ടുകൂടാനില്ലാതെ, അസ്ഥികളുടെ നടുവില, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, നാട് കടത്തപ്പെട്ടവരുടെ നടുവില, ദിവസങ്ങൾ അറിയാതെ, മാസങ്ങൾ അറിയാതെ, ഒരു കർത്തൃ ദിവസത്തിൽ അവൻ ആത്മപരവശനായപ്പോൾ അവൻ്റെ മുമ്പിൽ വന്ന കർത്താവിനെ നിനക്കൊന്ന് ധ്യാനിക്കാമോ? ഒന്ന് ആത്മപരവശതയിൽ ഒന്ന് ആ കർത്താവിൻ്റെ മുഖത്തെ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞാനിന്ന് നീറിപ്പുകയാണ്, ഞാനിന്ന് വേദനയോടെ ആയിരിക്കുകയാണ്. ആ യോഹന്നാൻ്റെ മുമ്പിൽ വന്ന് അതുപോലെ എൻ്റെ അടുക്കലേക്ക് വന്ന് ഞാനൊന്ന് വിവശനാകട്ടെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ മേലാൽ സംഭവിപ്പാനുള്ളത് ചിലത് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം ഒന്ന് ആത്മാവില് ഒന്ന് കരങ്ങൾ ആടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ പറ, കർത്താവേ, ഞാൻ ഏകനാണ്, ഞാൻ ഏകയാണ്, എൻ്റെ വിഷയങ്ങൾക്ക് എന്നോട് കൂടെ ഒന്ന് സഹകരിക്കാൻ ആരുമില്ല, ഒന്ന് സഹകരിക്കാൻ ആരുമില്ല കർത്താവേ. ഓ റിഗബര ബൗഷാന ബരിഗബല ബൗഠ ജീവന ബൗഷാന ബരിഗബല ബൗഠ എന്ന് പകൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് പറ, നിന്റെ കണ്ണുനീര് കണ്ട് മാറി നിൽക്കുന്നവനല്ല എൻ്റെ കർത്താവ്, നിന്റെ വേദന കണ്ട് മാറി നിൽക്കുന്നവനല്ല കർത്താവ്. നീ പത്മോസിലായിരുന്നാലും,
നീ മെലിത്ത ദ്വീപിലായിരുന്നാലും നിന്റെ മേൽ അണലി കടിച്ചാൽ അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് മനുഷ്യൻ്റെ വിധിയെ, മനുഷ്യൻ്റെ വാക്കിനെ മാറ്റിമറിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നീ അനുഭവിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നോക്ക്, രണ്ടാമത് കർത്താവ് എന്ത് ചെയ്തു? വ്യാകുലപ്പെട്ടു. ഒരു കാര്യം ചിന്തിച്ചിട്ട് ഇതിൻ്റെ അവസാനം എന്താകും, ഇതിൻ്റെ അവസാനം എന്താകും? ഹല്ലേലൂയ, സ്തോത്രം. ആരെല്ലാം ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറില്ല എന്ന് പറഞ്ഞ ആ പത്രോസ് അവൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി അവൻ ഉറങ്ങാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ അടുത്ത് വരാത്ത ഈ ലോകത്തിലെ മനുഷ്യർ എന്തുമാത്രം ഉറങ്ങും? ഈ കാര്യം ഓർത്ത് ആകുലപ്പെടാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ പ്രിയ ദൈവങ്ങളെ, ആദ്യമായിട്ട് വ്യാകുലപ്പെട്ട മനുഷ്യനാരാ? വ്യാകുലപ്പെട്ടു ആര്? പറവോൻ. എന്തിനാ വ്യാകുലപ്പെട്ടതാ? ഒരു സ്വപ്നം കണ്ടു. അത് എത്ര വട്ടം കണ്ടു? 2 പ്രാവശ്യം കണ്ടു, അല്ലേ? അല്ല, ഒന്ന് രാത്രിയും കണ്ടു, രണ്ടാമത് വെളുപ്പാക്കാലവും കണ്ടു. ഇത് കണ്ടവൻ വ്യാകുലപ്പെട്ടു. അവൻ വ്യാകുലപ്പെട്ടത് കൊണ്ട് സംഭവിച്ചത് അവൻ വ്യാകുലപ്പെട്ടത് സംഭവിച്ചതാ ഹല്ലേലൂയ, സ്തോത്രം. യോസേഫിൻ്റെ ദർശനം പൂർത്തിയാകാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവ് വ്യാകുലപ്പെട്ടപ്പോൾ പിതാവ് ഭൂമിയിലെ മനുഷ്യരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ദർശനമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന സകല പാപികളും മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കണമെന്ന് ദൈവിക പദ്ധതിയാകിയാൽ തൻ്റെ ഓമനപുത്രനെ ഈ ലോകത്തിന് വേണ്ടി തരാൻ മടിക്കാത്ത ഒരു പിതാവ് സ്വർഗത്തിൽ നിന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും കുറിച്ചുകൊണ്ട് ഒരു ദർശനമുണ്ട്, ഒരു സ്വപ്നമുണ്ട്. ഇത് നിറവേറുമോ ഇല്ലയോ എന്ന് വ്യാകുലപ്പെടുമ്പോൾ ഗെത്സമന തോട്ടത്തിൽ എൻ്റെ കർത്താവ് വ്യാകുലപ്പെടുകയാണ്. അവനെക്കുറിച്ച് എനിക്കൊരു ദർശനമുണ്ട്, അവനെക്കുറിച്ച് എനിക്കൊരു വാഗ്ദത്തമുണ്ട്, ആ കുടുംബത്തെക്കുറിച്ച് എനിക്കൊരു ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന ഒരു പ്രവചന നിവർത്തിയുണ്ട്. അത് നിവർത്തിയാകണം. അതിനെ അവനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ. അതിന് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന ഇന്ന് പകൽക്കാലം ആരെല്ലാം കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവോ, ആരെല്ലാം അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ ദർശനമുണ്ട്, വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട്. പക്ഷെ ഇന്നും നീ കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ ആ കാരാഗ്രഹത്തെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരുവൻ നിനക്ക് വേണ്ടി വ്യാകുലപ്പെടുന്നുണ്ട്. ഓ ഹല്ലേലൂയ. നിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സമയമായി. സത്യമായിട്ടും എൻ്റെ കർത്താവ് എന്നോട് പറയുന്നൊരു ദൂതുണ്ട്. ആരുടെയൊക്കെ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥ മാറാൻ പോകുക, കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം പൊട്ടിക്കാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. ഫറവോൻ വ്യാകുലപ്പെട്ടപ്പോൾ ഹല്ലേലൂയ വേഗത്തിൽ കാരാഗ്രഹത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൂതന്മാരെത്തി. വേഗത്തിൽ ദൂതന്മാർ കാരാഗ്രഹത്തിലെത്തി. എത്തിയിട്ട് പറയുകയാണ്, ഈ കിടക്കുന്ന അവസ്ഥയിൽ ഇവനെ ഫറവോൻ്റെ മുമ്പിൽ എത്തിക്കാൻ കഴിയില്ല, ഇവനെ ഫറവോൻ്റെ മുമ്പിൽ എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവൻ്റെ അവസ്ഥയെ മാറ്റണം. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് ഗെത്സമന തോട്ടത്തിൽ വ്യാകുലപ്പെടുത്തിയപ്പെട്ടത് പ്രിയ മകളെ, നിന്റെ ചില അവസ്ഥകളെ ദൈവം മാറ്റാൻ പോകുക, ചില വ്യവസ്ഥകളെ ദൈവം മാറ്റാൻ പോകുക. കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവസ്ഥയല്ല, നിന്റെ ജീവിതത്തിലെ ചില അവസ്ഥകളെ ദൈവം തൊടാൻ പോകുക. കാരാഗ്രഹത്തിൽ നിന്ന് യോസേപ്പിനെ പുറത്തിറക്കി അവൻ്റെ മുടി വെട്ടി അവനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രം അണിയിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ചില അവസ്ഥകള് ദൈവം ഇന്ന് പകൽക്കാലം അതിനെ തുടച്ചു മാറ്റാൻ പോകുക. മാറ്റിയിട്ട് ഒരു പുതിയ അവസ്ഥയിലേക്ക്, പുതിയ വഴിയിലേക്ക് നിന്നെ തെളിയിക്കാൻ പോകുക.
ഓ റിഗമന ശാരാദുര റിഗമന ഭൗഷാനബ റിഗബല ഭൗഷാനബ. എന്ന് പകൽക്കാലം കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയെ ദൈവം നിന്നിൽ നിന്ന് മാറ്റാൻ പോകുക. കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയെ ദൈവം മാറ്റാൻ പോകുക. മാറ്റിയിട്ട് നിനക്കൊരു പുതിയ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ദൈവം പോകുകയാണ്. ഈ സമയത്ത് നീ ഉറങ്ങരുത്. ഈ സമയത്ത് നീ ഉറങ്ങരുത്. നോക്ക്, കാരാഗ്രഹത്തിൻ്റെ അവസ്ഥ മാറ്റുകയല്ല ദൈവം ചെയ്തത്. അതുമാത്രമല്ല, നീ ആരുടെ മുമ്പിൽ നിൽക്കണമോ അവിടെ ദൈവം നിർത്താൻ പോകുക. ഇന്നലെ വരെ നീ നിന്നത് ചെറിയ വ്യക്തികളുടെ മുമ്പിലാണ്. ഒരു 44ൻ്റെ വീട്ടിലാണ്, അല്ല ഒരു ജില്ലയിലെ ഭരണാധികാരിയുടെ മുമ്പിലാണ് നീ നിന്നെങ്കിൽ, ഒരു ചെറിയ വ്യക്തിയുടെ മുമ്പിലാണ് നീ നിന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം അല്ല ആരോടൊക്കെ വ്യക്തമായി ദൂത് പറയുന്ന അല്ല ഇന്ന് പകൽക്കാലം അല്ല നിന്നെ മറ്റ് മെയിൻ വ്യക്തിയുടെ മുമ്പിൽ ദൈവം നിർത്താൻ സമയമായി. നിന്നെ ഇതാ മെയിൻ വ്യക്തിയുടെ ഇന്നലെ വരെ നീ ഒരു ചെറിയ വ്യക്തിയുടെ മുമ്പിലാണ് നിന്നത് എങ്കിൽ ദൈവം ഇതാ ഈ അടുത്ത നാളുകളിൽ നിന്നെ മെയിൻ സ്ഥാനത്ത് നിന്നെ നിർത്താൻ പോകുന്നു. ഫറവോൻ വ്യാകുലപ്പെട്ടപ്പോൾ ഒരു യോസേപ്പിന് ഇത് സംഭവിച്ചെങ്കിൽ ആരുമനാഥനായ കർത്താവ്, ഈ ഭൂലോകത്തിൻ്റെ മുഴുവൻ നാഥനായ കർത്താവ് 5 വട്ടം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉരുവായെങ്കിൽ അവൻ്റെ ശ്രേഷ്ഠ പദവിയിൽ നിന്നെ നിർത്താൻ സമയമായി. നിന്നെ നിർത്താൻ സമയമായി. ഹല്ലേലൂയ, സ്തോത്രം. 5 പ്രാവശ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അല്ല ഈ ഭൂലോകം മുഴുവനും ഉണ്ടായെങ്കിൽ, അതിൻ്റെ സകല സൃഷ്ടികളും ഉണ്ടായെങ്കിൽ, ഒരു ഫറവോൻ വ്യാകുലപ്പെട്ടപ്പോൾ യോസേപ്പിനെ മാത്രം വിടുവിച്ചെങ്കിൽ, എൻ്റെ കർത്താവ് വ്യാകുലപ്പെട്ടത് ഒരു വ്യക്തിയെ വിടുവിക്കാനല്ല, ഒരു വ്യക്തിയെ തൊടാനല്ല, ഈ ആലയത്തിലിരിക്കുന്ന സകല വ്യക്തികളുടെ മേല്. ഓ ഹല്ലേലൂയ, ദൈവം തൊടാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഫറവോന്റെ മുമ്പിൽ യോസേപ്പിനെ നിർത്തിയപ്പോൾ ഇപ്പൊ യോസേപ്പ് ആരാ? 44നെ ഭരിക്കുന്ന മന്ത്രിയായി മാറി. ഇന്നലെ വരെ 44ൻ്റെ വീട്ടിലെ വേലക്കാരായി തന്നെ. ഇപ്പം ആരായി മാറി? 44നെ ഭരിക്കുന്ന മന്ത്രി. യോസേപ്പ് പറഞ്ഞിട്ടല്ലാതെ ഇവന് കാല് പോലും അനക്കാൻ കഴിയാത്തൊരു മന്ത്രി. സത്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. ചില കുടുംബങ്ങളെ ദൈവം മാനിക്കേണ്ട സമയമായി. ചില കുടുംബങ്ങളെ ദൈവം അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച ദൈവം നൽകേണ്ട പദവിയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന പദവിയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ സമയമായി. എന്ന പകൽക്കാലം അതിൻ്റെ സമയമായി നിൽക്കുമ്പോൾ പത്രോസേ, ഞാൻ പോയാൽ ഞാൻ ആഗ്രഹിച്ച സഭ പണിയേണ്ടവൻ നീയാ. ഞാൻ ആഗ്രഹിച്ച സഭ പണിയേണ്ടവൻ നീയാ. ആ നീ എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. നീ ഉറങ്ങരുത്. ബാക്കി എല്ലാവരും ഉറങ്ങിക്കോട്ടെ. എൻ്റെ കൂടെയുള്ള 11 എണ്ണോ എന്ത് ചെയ്യാൻ, ബാക്കി 10 എണ്ണോ ഉറങ്ങിക്കോട്ടെ.
പക്ഷെ പത്രോസേ, നീ ഉറങ്ങരുത്. കാരണം പത്രോസിൽ കൂടെ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി പറ. ആദ്യത്തെ പ്രവൃത്തി പറ. ഇന്നലെ പറഞ്ഞു ബൈബിള് വായിക്കരുത്, ധ്യാനിക്കണമെന്ന്. അതെ, 3000 പേര് രക്ഷിക്കപ്പെട്ടു. ഏതിൻ്റെ പകരം? ഏതിൻ്റെ പകരം? 120 പേര് കൂടിയിരുന്നു. ഏതിൻ്റെ പകരം? ഏതിൻ്റെ പകരം? സുനിലടി വാങ്ങിക്കും, ഞാൻ കാണുന്നുണ്ട്. ഏതിൻ്റെ പകരം? പുറപ്പാട് 32:28 പ്രമാണം ലംഘിച്ച് എത്ര പേര് വരുന്നു? എത്ര പേര് മരിച്ചു? 3000 പേര് മരിച്ചു. അന്യാരാധനയിലേക്ക് പോയി. 32:28 അന്യാരാധനയിലേക്ക് പോയി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ദൈവത്തിന് പകരം കാളക്കുട്ടിയുടെ മുമ്പിൽ നിന്ന് ആരാധിക്കുമ്പോൾ മോശ പറഞ്ഞു, ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ, അല്ലാത്തവൻ്റെ ജീവിതത്തിൽ സഹോദരങ്ങളെന്ന് നോക്കരുത്, കൂട്ടുകാരെന്ന് നോക്കരുത്, വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. അങ്ങനെ വെട്ടിയപ്പോൾ ന്യായപ്രമാണത്തിൽ 3000 വീഴുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കൃപായുഗത്തിൽ 3000 പേരെ രക്ഷയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ളവനാ പത്രോസേ നീ. ആ കൊണ്ടുപോകാനുള്ള പത്രോസേ, നീ ഉറങ്ങല്ല, നീ ഉറങ്ങല്ല. നിന്നെ ഉറങ്ങാനല്ല ദൈവം വിളിച്ചത്. നിന്നെ കൃപായുഗം, നിന്നിൽ കൂടെ കൃപായുഗം വെളിപ്പെടുത്താനാ ഞാൻ നിന്നെ വിളിച്ചത്. മനസ്സിലായോ നിങ്ങൾക്ക്? നിന്നിൽ കൂടെ കൃപായുഗം വെളിപ്പെടുത്താൻ. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മോശ മുഖാന്തരം നമുക്ക് എന്ത് കിട്ടി? ന്യായപ്രമാണം കിട്ടി. ക്രിസ്തു മുഖാന്തരം ആ വാക്യം ആ വാക്യത്തിൽ മൊത്തമുണ്ട്. നിങ്ങൾ പറഞ്ഞ മോശ മുഖാന്തരം ന്യായപ്രമാണം കിട്ടി, ക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും കിട്ടി. ആ വാക്യത്തിൽ തന്നെയുണ്ട്, അല്ലേ? അപ്പം ക്രിസ്തു മുഖാന്തരം നമുക്ക് കിട്ടിയത് കൃപയാദ്യം, അടുത്ത് കിട്ടിയത് സത്യമാണ്. ഇത് വെളിപ്പെടുത്താനാ പത്രോസ് വെളിപ്പെടുത്തിയ സത്യം എന്തായിരുന്നു? പറ. അനന്യാസും സഫീറയും അവർ കള്ളം കാണിച്ചിട്ട് വന്നു. ആദ്യമായിട്ട് സത്യം സഭയിൽ വെളിപ്പെടുത്തിയപ്പോൾ 2 മരണം. സഭ ഭയപ്പെട്ടു. ഇത് വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ട പത്രോസേ, എൻ്റെ കൂടെ ഇരുന്ന് അല്പസമയം പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സില്ലാതെ നീ ഉറങ്ങുകയാണോ? ഉണര. ഇന്ന് പകൽക്കാലം യാക്കോബ് ഉറങ്ങട്ടെ. അവനെ വാളുകൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചു. ഞാൻ അത് കണ്ട് അവനെ വിടുന്നു. പക്ഷെ നിന്നെ അങ്ങനെ കൊല്ലാനല്ല ഞാൻ വിട്ടിരിക്കുന്നത്. എനിക്ക് പകരം തലകീഴെ ക്രൂശിക്കാൻ വിളിക്കപ്പെട്ട നീ ഉറങ്ങരുതാ. പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഉറങ്ങാനല്ല നമ്മളെ വിളിച്ചത്. കർത്താവ് വ്യാകുലപ്പെടുമ്പോൾ, കർത്താവ് ഭ്രമിച്ചു പോകുമ്പോൾ, കർത്താവ് അതീവ ദുഃഖത്തോടെ വേദനിക്കുമ്പോൾ നീ വേദനിക്കണം. നിന്റെ ഹൃദയം കലങ്ങണം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഈ ഭൂമിയിൽ കരഞ്ഞത് ലാസറിന്റെ വീട്ടിൻ്റെ മുമ്പിലാണ്, ഇല്ലേ? രണ്ടാമത് കരഞ്ഞത് കാൽവരിയിൽ, പിതാവ് കൈവിട്ടതുകൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം.
നമുക്കൊരു മനസ്സ് ദൈവം തന്നു. അല്ല, കാണ്ടാമൃഗം പോലെ ഇരുന്ന നമ്മുടെയൊക്കെ മനസ്സ് ദൈവം മാറ്റി. എന്തിനെന്നറിയാമോ? ലാസറിൻ്റെ വീട്ടിൽ വരുമ്പോൾ കരയായി. ലാസറിൻ്റെ വീട്ടിൽ വരുമ്പോൾ കരയാൻ ഈ മനസ്സ് നിനക്ക് തന്നിരിക്കുമ്പോൾ നിന്റെ ഹൃദയം, കഠിനമായ ഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ ഹൃദയത്തെ വെച്ചുപിടിപ്പിച്ച് നിന്നെ കർത്താവിന് പകരക്കാരനാക്കി മാറ്റുമ്പോൾ നിന്റെ സുഖം മാത്രം നോക്കിക്കൊണ്ട്, നിന്റെ സന്തോഷം മാത്രം നോക്കിക്കൊണ്ട് നീ ഉറങ്ങരുത്. കർത്താവ് ഇവിടെ കരയുക. അതീവ വേദന ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സമയം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വേർപെട്ടു പോകില്ല എന്ന് കരുതുന്ന മനുഷ്യർ വേർപെടുമ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഒരു സിനിമാ നടനുണ്ട് മധു. എത്ര വയസ്സായി? ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രായം 88. ആഘോഷിച്ചു, വാർത്തയിലുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങളെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ്, എല്ലാ ദിവസവും ജന്മദിനത്തിനും ഞാൻ കോവിലിൽ കൊണ്ടുവന്ന് അർച്ചന നടത്താം. എൻ്റെ ഭാര്യ മരിച്ചിട്ടല്ല, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ മരിക്കാൻ പാടില്ല. അദ്ദേഹം കരഞ്ഞത് ഈ ഒരൊറ്റ ഇതിലാ. ഇന്ന് 10 വർഷം കഴിഞ്ഞു ഭാര്യ മരിച്ചിട്ട്. അന്ന് തൊട്ടാണ് അദ്ദേഹം കരയാൻ തുടങ്ങിയതെന്ന്. അപ്പൊ ഈ ലോകത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹം നിറഞ്ഞത് ആര്? ആ 10 വർഷം കൊണ്ട് അദ്ദേഹം കരയുന്നു എന്ന്. നമ്മുടെ അരുമനാഥന്റെ മണവാട്ടികളല്ലേ നമ്മൾ? എൻ്റെ അരുമനാഥൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അല്ല, പറന്നു പോകാനായിട്ട് കാത്തിരിക്കുന്ന മണവാട്ടികളായ നമ്മൾ എൻ്റെ കർത്താവ് ചെയ്ത ആ ദൗത്യത്തിന്റെ പങ്കാളികളായി നമ്മൾ എന്തുമാത്രം കരയണം, എന്തുമാത്രം പ്രാർത്ഥിക്കണം. അതിനിന്ന് പകൽക്കാലം ഉണരണം. നീ ഉറങ്ങല്ല. നീ ഉണർന്ന് വിശുദ്ധിയിൽ ജീവിച്ചാലുണ്ടല്ലോ, നിന്നെ ദൈവം മാനിക്കും. ദാനിയേലിനെ അടിമ ആയിട്ടാണ് പിടിച്ചോണ്ട് പോയതാ. ദാനിയേൽ വിശുദ്ധിയുള്ളവനായി ദൈവകൃപയുള്ളവനായി ജീവിച്ചപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ബാക്കി അടുത്ത ആഴ്ച ഓർമ്മയുണ്ടെങ്കിൽ ബാക്കി എന്ത് ചെയ്യാം, പൂരിപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദാനിയേൽ ആരാണ്? അടിമ. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയ അടിമ. പക്ഷെ അവൻ വേർപാടുള്ളവനായിരുന്നു, വിശുദ്ധിയുള്ളവനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഈ അനുഭവങ്ങൾ 3 അവനുണ്ടായപ്പോൾ അടിമത്വം മാറി. ദാരിവേശന്റെ 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവൻ ശുഭപ്പെട്ടിരുന്നു എന്നാണ് തിരുവചനം പഠിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ ഉറങ്ങാതെ വേർപാട് അനുസരിച്ച് വിശുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവനായി മാറി ഈ ലോകത്തിൽ നിനക്ക് വെച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങളിലേക്ക് കാലി ചവിട്ടി കയറുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു ഒരു വിശുദ്ധിയുടെ അനുഭവം ഈ പകൽക്കാലം നിനക്കുണ്ടാകട്ടെ. ഇതാ നിന്റെ അനുഗ്രഹം നിന്റെ അടുക്കലേക്ക് വരുവാൻ പോകുകയാണ്. യേശുവപ്പന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നമുക്ക് അർപ്പിടാം. ഹല്ലേലൂയ. എൻ്റെ സങ്കടങ്ങൾ തീർന്നു പോകുകയാണ്. ഇനി ഞാൻ ആർക്കും അടിമയല്ല. ഞാൻ ഉണർന്ന് പ്രാർത്ഥിക്കുക, ഞാൻ ഉണർന്ന് ചിന്തിക്കുക. എൻ്റെ അനുഗ്രഹം ഞാൻ തന്നെ പ്രാപിക്കും.